കരയല്ലേ മോള് കരയാതെ. അതെ, ബോഡി കൊണ്ട് നമസ്കാരം. MLA സാർ വിചാരിച്ചാ പോസ്റ്റ്മോർട്ടം വേഗത്തിലാക്കാൻ കഴിയില്ലേ? സംഗതി ഒരു കൊലപാതകല്ലേ, അതും 13 വയസ്സുള്ള ഒരു പെൺകുട്ടി. അപ്പോ കാര്യങ്ങളൊക്കെ എന്റെ മുറക്കിൽ നടക്കൂ അല്ലേ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ ഇതാരാണോ ചെയ്തിട്ടുണ്ടാവുക. സാറിപ്പോ എത്തും. SP സാറ് വന്നല്ലോ. വിശദമായൊരു അന്വേഷണത്തിലാണെന്ന് തോന്നുന്നത്. ഞാനൊന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം. വരണം സാർ. താങ്കൾ? നാം വൈദ്യനാഥ് അയ്യർ, എല്ലാവരും സ്വാമി സ്വാമി എന്ന് വിളിക്കും. ഇവിടുത്തെ MLAയുടെ വലങ്കൈയാണ് സാർ. MLA സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. എന്തായാലും ഹരിശങ്കർ നേരിട്ട് വന്നത് നന്നായി. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ദുരൂഹമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ. സതീഷ് വരൂ. താണ്ട ഉള്ളി ചമ്മിപ്പോയി. എന്തായി? എന്ത് പറയാനാ, അയാള് ഭയങ്കര ഓർവക്കാരനാ. சாரு கவலைப்படாது இருங்கோ. இந்த கேஸும் சாரும் நம்மளும் என்ன சம்பந்தம்? அந்த ഓഫീസർ ഹരിശങ്കർ ரொம்ப എഫിഷ്യന്റ് தான். പക്ഷെ അതുക്ക് നമുക്കെന്നാ? സ്വാമിക്ക് വെറുതെ ഇതങ്ങ് പറഞ്ഞു ഒഴിയാം. ഏതെങ്കിലും വിധത്തിൽ എന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴിച്ചാൽ എന്റെ രാഷ്ട്രീയ ഭാവി അവതാളത്തിലാകും. അടുത്ത ഇലക്ഷനിൽ എനിക്കൊരു മന്ത്രി ആവാനുള്ള ഓഫർ ഉള്ളതാ, അറിയോ? സാറ് ചുമ്മാ ഇരി. അതുക്കെന്നാ? സാറ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ എന്തും ആകും. അതുക്കെന്നാ സന്ദേഹം? സാറിൻ്റെ അടുത്ത് വല്ലതും പറയാനുണ്ടോ? എവിടുന്നാ വരുന്നേ? അൻവർ സാറേ എവിടെയാണ്? ജിരീഷ് കണ്ടിട്ട് ഒരുപാടായല്ലോ. ഉള്ളോട്ടത്തിലാടോ. ഇതാ ഇപ്പൊ വരാവേ. മാഡം ലീവൊക്കെ കഴിഞ്ഞു വന്നല്ലേ? നീ സാറിനെ കണ്ടില്ലേ? വന്നു സാറേ. എന്തായി പോയ കാര്യം? എന്താവാനാടോ, പ്രത്യേകിച്ച് സൂചനയൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, വല്ല പ്രേമ കുരുത്തക്കേട് എന്തെങ്കിലും കാണിച്ചു കാണും. എന്താ സാറേ ഇത്? ആ കുട്ടിക്ക് കഷ്ടിച്ച് 13 വയസ്സേ ആയിട്ടുള്ളൂ. ചുമ്മാ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കാതെ. അതൊക്കെ ഏതായാലും SP സാറ് പുറത്തു കൊണ്ടുവരും. ആളാരാ മോൻ? അതിന് SP സാറ് ജനലിലൂടെ പുറംകാഴ്ച ആസ്വദിച്ച് നിൽക്കുക. കുറെ നേരമായി. നമ്മൾ കാണാത്ത പലത് അദ്ദേഹം കാണും. അതെ അതെ അതെ. സതീഷ്, താനത് ശ്രദ്ധിച്ചില്ലേ? ഇല്ലല്ലോ സാർ, എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. അതല്ലടോ, ആ MLA കുര്യൻ മെലഡിയുടെ കൂടെ നടക്കുന്ന ഒരു ശിങ്കിടി ഉണ്ടല്ലോ, സ്വാമി. അയാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ, സ്വാമി. എന്താ സാർ? അയാൾ അല്പം ഓവർ സ്മാർട്ട് അല്ലേ? എനിക്കും തോന്നിയിരുന്നു. അയാളെ നമുക്ക് ഇവിടം വരെ ഒന്ന് കൊണ്ടുവന്നാലോ? അയാൾ MLAയുടെ നമുക്കൊന്ന് പരിചയപ്പെടാലോ.
അപ്പോ സ്വാമി. അതെന്തായാലും MLA സ്ഥാനത്ത് വേണ്ട. ഓക്കെ സാർ. സാറേ വരുന്നുണ്ട്. ആ സ്വാമി, നടന്ന് ക്ഷണിച്ചെങ്കിൽ നമുക്ക് ജീപ്പിൽ കയറാം. വേണ്ട വേണ്ട, വ്യായാമത്തിന് വേണ്ടി നടക്കുകയാണ്. നാം ഇപ്പം ഹെൽത്തിയാണ്. മനസ്സിലായി. ഹെൽത്തി കൊച്ചു കുട്ടികളോടാണല്ലേ? നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല. ഒക്കെ പറയാം, വാ. SP സാറിന് ഹായ്, സ്വാമി എന്താ ഒന്ന് ഇത്? പരിചയപ്പെടണമെന്ന്. വിടാ, കയറിയാ? വിടാ, എന്താ ഇത്? ഒന്ന് കേറ്. വിടാ. ഉം. ഹായ്, കേറ്. ഹായ്. നമസ്കാരം. ആ സ്വാമി, എനിക്കന്ന് ശരിക്കൊന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. ഹോ, അതിനെന്താ, ഒന്ന് ഫോൺ ചെയ്താൽ നാം വരില്ലേ? ഹൈ, അതിനെന്തിനാ ഈ പോലീസുകാരെ എല്ലാം ബുദ്ധിമുട്ടിച്ചത്? അതൊക്കെ എത്ര ബുദ്ധിമുട്ടാണോ സ്വാമി? അപ്പോ MLAയും സ്വാമി തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അയാള് പറഞ്ഞു MLA, കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ആരാ? ഈ നാൻ. അതെ സാർ, ഇയാളുടെ ബുദ്ധിക്കനുസരിച്ചാണ് MLA കാര്യങ്ങൾ നീക്കുന്നത്. ഓ, അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അപ്പോൾ ആ കുട്ടിയെ മാനഭംഗപ്പെടുത്തുവാനുള്ള ശ്രമത്തിൽ കൊലപ്പെടുത്തിയത് സ്വാമി തനിച്ചോ അതോ MLAയും കൂടെ ഉണ്ടായിരുന്നു? പറയണം സ്വാമി. என்ன சார் இந்த மாதிரி எல்லாம் கேட்கறது? அதை பற்றி எனக்கும் MLAக்கும் ஒன்றும் தெரியாது சார். മോഹൻ സാർ, അപ്പൊ സ്വാമിയെ നമുക്കൊന്ന് സൽക്കരിക്കാം അല്ലേ? പോരാനുള്ളതൊക്കെ കിട്ടണ്ടേ? പിന്നെ കാര്യമായിട്ടൊന്ന് സൽക്കരിക്കണം. സൽക്കാരവും ആഘോഷവും ഒക്കെ ഇട്ട് ഇടങ്ങേറാക്കണോ സ്വാമി? എനിക്ക് സൽക്കാരം ഒന്നും വേണ്ട സാർ. എന്നാൽ പറയാനുള്ളതൊക്കെ വള്ളിപുള്ളി വിടാണ്ട് പറയടാ. പറയാം സാർ. അന്ന് പരന്തുപപ്പൻ MLA സാറിന് ഫോൺ ചെയ്തു. അവനെ ഒളിക്കാൻ ഒരു താവളം വേണമെന്ന് പറഞ്ഞു. അതുപ്രകാരം ഞാൻ സാറിൻ്റെ കയ്യിൽ നിന്നും താക്കോൽ വാങ്ങി പപ്പന് കൊടുത്തു. വേറെ ഒന്നും എനിക്കറിയില്ല സാർ. അറിയോ അറിയില്ല എന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. തൽക്കാലം സ്വാമിക്ക് പോകാം, പക്ഷേ പിന്നീട് വരേണ്ടി വരും. പരുന്തുപപ്പൻ MLA കുര്യമ്മേലടിയുടെ തൊഴിലാളിയാണ് സാർ. കൂട്ടത്തിൽ ഒരു ഞണ്ടിരാജപ്പനുണ്ട്, മഹാ കുഴപ്പക്കാരാ. മോളെ, കുറച്ച് വെള്ളമെങ്കിലും കുടിക്ക്. എനിക്ക് വേണ്ട അമ്മ, എനിക്ക് പേടിയായിട്ട് വയ്യ. എന്താ മോളെ ഇത്? എന്റെ അഞ്ജുവിനെ കൊന്ന പോലെ അവരെന്നെയും കൊല്ലാം അമ്മ. എന്റെ പൊന്നു മോളെ, അങ്ങനെയൊന്നും പറയാതെ. മോളെ എഴുന്നേക്ക്. ഇവിടെ ആരുമില്ലേ? ഹലോ, ആരുമില്ലേ ഇവിടെ? അമ്മ ഇപ്പൊ വരാം. ആതിരയുടെ വീടല്ലേ? അതെ, എന്താ സാറേ കാര്യം? മോളെയും കൂട്ടി സ്റ്റേഷനിലേക്ക് ഒന്ന് വരണം. അഞ്ജുവിന്റെ കൊലപാതകത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാ. അയ്യോ, അവള് സുഖമില്ലാണ്ട് കിടക്ക സാറേ. എന്തു പറ്റി? ഓ, ചെറിയൊരു തലവേദന. സ്റ്റേഷൻ വരെ വരുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ? വൈകിട്ട് വന്നാലും മതി. ശരി സാറേ. മോളുടെ പേരെന്താ? ആതിര. ആ, ആതിരയുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു? ചെന്നൈയിലാ സാറേ, അവിടെ ഹോട്ടലിലാ പണി. ഓ, അങ്കിൾ മോളെ ഒന്ന് കാണാൻ വിളിപ്പിച്ചതല്ലേ? ആതിരക്കുട്ടി എന്തിനാ പേടിക്കുന്നേ? മോളുടെ കൂട്ടുകാരിയല്ലേ മരിച്ചത്? അതേപ്പറ്റി മോൾക്ക് അറിയാവുന്നതെല്ലാം അങ്കിളോട് പറ. അമ്മ കുറച്ചു നേരം പുറത്തു പോയിരിക്കൂ. മോളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ശരി സാറേ. എന്തിനാ വിഷമിക്കുന്ന? ഇരിക്കൂ. അതല്ല സാറേ, എന്റെ കുഞ്ഞാകെ പേടിച്ചിരിക്കുക. അവളുടെ കൂടെ നടന്നൊരു കുട്ടിയാ. ആ കുഞ്ഞിന് സംഭവിച്ച പോലെ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ? അതിനല്ലേ ഞങ്ങളൊക്കെ ഉള്ളേ.
മോൾ അങ്കിളിനോട് പറ. ഞാൻ പറയാം. ചേച്ചി നമുക്ക് അന്താക്ഷരി കളിക്കാം. ആ ശരിയാടി, നമുക്ക് അന്താക്ഷരി കളിക്കാം. അഞ്ചു ഉണ്ടെങ്കിൽ ഞാനുള്ളൂ. ഡി അഞ്ചു ഇങ്ങോട്ട് വന്നേ. ആ നമുക്ക് അന്താക്ഷരി കളിക്കാം. ഡി അഞ്ചു വരുന്നുണ്ട്. നമുക്ക് അന്താക്ഷരി കളിക്കാലോ. എന്നാ ഞാൻ തുടങ്ങാം. നീ തുടങ്ങിക്കോ. കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും കൊള്ളാണേ. അപ്പ ഇനി നീ പാട് പാ വെച്ചിട്ട്. എനിക്ക് പാവച്ചിട്ട് അറിഞ്ഞൂടാ. പപ്പൻ പിരാന്ത് പപ്പൻ, ഞാനൊരു പരുന്ത് പപ്പൻ. ആയിക്കോട്ടെ, അതിനെന്താ? ആള് മഹാ ദുഷ്ടനാ. ആളെന്തേലൊക്കെ ആയിക്കോട്ടെ, നമുക്കെന്താ? മക്കളെ കളിക്കാൻ മാമനും കൂടി കൂട്ടോ. താൻ പോടോ, കളിക്കാൻ പറ്റിയൊരു പ്രായം. മക്കളെ മാമൻ കുറെ പുതിയ കളികളൊക്കെ പഠിപ്പിച്ചു തരാം. അതെ, തന്റെ വീട്ടുകാരെ പഠിപ്പിച്ചാ മതി. വാടി, നിക്കടി. നീ ഒന്ന് വേഗം ഓടി വായോ. എന്റെ പത്താൻ പറ്റോ? ഓ പിന്നെ, ഒന്ന് പോടി. പപ്പൻ, നിനക്കെന്താ ഇത്ര പേടി? നീ വാടി. അഞ്ചു, ആ വാ. പൂമ്പാറ്റ കുഞ്ഞുങ്ങളെ കളി കഴിഞ്ഞ് തിരിച്ചു വന്ന താൻ എന്തിനാണ് ഞങ്ങളുടെ പിന്നാലെ നടക്കുന്നേ? മക്കളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. വാ, നീ പോടാ. നീ വന്നു, നമുക്ക് പോവാം. നീ നിക്കടി അവിടെ. ഇയാൾ രണ്ട് വർത്തമാനം പറയട്ടെ. അയ്യോ കരുവിക്കല്ലേ കാന്താരി. വിടടാ. മാടിയോടാ. വിടടാ അവളെ. വിട്. വിട്. അതിനെ നീ മാറ്. വിട്. അഞ്ചു. നിന്നൊക്കെ നോട്ടിട്ട്. അയ്യോ അഞ്ചു, ഓടിക്കോടി. ഓട് ഓട് വേഗം. എനിക്ക് പേടിയായിട്ട് വയ്യ സാറേ. അവരെന്നെ എന്തെങ്കിലും ചെയ്യോ? മോളിനി പേടിക്കണ്ട. അവന്മാർ മോളിനി ഒന്നും ചെയ്യില്ല. അങ്കിൾ നോക്കിക്കോളാം. ദേ സാറേ, പരുന്തുവപ്പന്റെ കൂട്ടുകളി ഞണ്ട് രാജപ്പൻ. സാറേ അവനെ ഓടൂ. സാറേ എവിടേക്കാടാ? ഞാനൊരു പാവാ സാറേ. ഞാനൊരു തെറ്റ് ചെയ്തല്ല. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തു ആരെങ്കിലും പറഞ്ഞോടാ? പിന്നെ എന്തിനാ സാറേ എന്നോട് നീങ്ങിക്കടാ? എന്തിനാ കൊണ്ടുവന്നെന്ന് അയ്യോ, ശരിക്കും ഒന്ന് പറഞ്ഞു കൊടുത്തു. നിനക്കൊന്നും അറിയില്ലല്ലടാ. അയ്യോ, ഇവിടെ നിക്കടാ. നീ പറയില്ല അല്ലേ? അയ്യോ അയ്യോ അയ്യോ, പറയടാ. പിന്നെ ആൾക്കാരെ ചായം പലഹാരം കൊണ്ടുപോയത് പറയടാ, പരുന്ന് പപ്പനെ വിടറാ. എന്തായിടോ, എന്തെങ്കിലും പറഞ്ഞോ? ഇവനൊന്നും പറയുന്നില്ല സാർ. സംഭവിച്ചത് എന്താണെന്ന് പറയുന്നു അതോ ഇല്ലയോ? അല്ലെങ്കിൽ ഈ സാറുമാരുണ്ടല്ലോ ഇവനിട്ട് കൊന്നോളിന്ന് തന്നെ. അടുത്തെന്താ അറിയോ? മൂന്നാമറയാ. വരടാ. ഞാൻ പറഞ്ഞോളാം സാർ, പറഞ്ഞോളാം.
ചെയ്തതാണ് സഹിക്കുന്നില്ലണ്ണ. ഞാൻ കൂടെ എന്തിനും ആര് വിടുന്നു ഞണ്ടേ? അവൾക്കല്ലെങ്കിലും ഒരെല്ല് കൂടുതലാണ്. എല്ലാം ഒരു മുഞ്ച സാധനമാണല്ലോ. ഇതാടാ ഞണ്ടേ ക്ലോറോഫോം. ഇന്ന് നമുക്കൊരു ഓവർ ടൈം ഉണ്ടാ. എന്താണ് അത് മതിടാ. കൂടെ ഞാൻ കൂടി ഞണ്ടേ ഞണ്ടേ എണീക്കടാ. ശവം പപ്പനാരും വേണ്ടാ. പപ്പനറിയാടാ എന്താ ചെയ്യണ്ടെന്ന്. പിന്നെന്തുണ്ടായി പറയടാ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ ബോധം കെട്ട് ഉറങ്ങിപ്പോയി. അപ്പോ പപ്പൻ അണ്ണൻ തോട്ടത്തിലുള്ള വീട്ടിലുണ്ട് സാറേ. മോൻ യെസ് സാർ. പപ്പൻ മിസ്സായി സാർ. വാട്ട്? നമ്മുടെ നീക്കങ്ങൾ അറിഞ്ഞ് എന്താടോ ഇത്? അവൻ എസ്കേപ്പ് ആയി സാർ. MLA കുര്യൻ മേലടിയുടെ കാര്യത്തിൽ ഇനിയൊരു സാവകാശത്തിന്റെ ആവശ്യമുണ്ടോ? കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമല്ലേ? അയാൾ ചെല്ലും ചെലവും കൊടുത്ത് സംരക്ഷിക്കുന്ന പണിക്കാർ. കൃത്യം കഴിഞ്ഞ് ഒളിക്കാനുള്ള താവളവും ശരിയാക്കി കൊടുത്തിരിക്കുന്നു. MLAയും അയാളുടെ അധികാരത്തെയും ഭയന്നിട്ടാണെന്ന് കരുതിയോ? പഴുതടച്ച അന്വേഷണം, ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത പൂട്ട്. അതിനുള്ള തയ്യാറെടുപ്പാണ്. ഇറങ്ങിറങ്ങ. നടക്കിങ്ങോട്ട് ഇറങ്ങ. നീയേ നടക്ക്. സൈഡിലേക്ക് സൈഡിലേക്ക്. സർ, ഇത് മാർട്ടിൻ. സംഭവ സ്ഥലത്ത് സ്ഥിരമായി വന്നു പോകാറുള്ള ആളാണ് ഇയാൾ. തികച്ചും അസ്വാഭാവികമാണ് ഇയാളുടെ അങ്ങോട്ടുള്ള വരവും പോക്കും. ഇരിക്കൂ. താനെന്തിനാടോ ഈ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് സ്ഥിരമായി പോകുന്നത്? പറയണം. അറിയാവുന്നതെല്ലാം പറയണം. എനിക്കെല്ലാം അറിയാം സാറേ. എങ്കിൽ പറയണം. അവർ രണ്ടുപേരുണ്ടായിരുന്നു സാർ. പാവം ഒരു കുഞ്ഞല്ലേ. അവരവളെ കടന്നാക്രമിച്ചു. ഒരുവൻ അവളുമായി ഇണചേർന്നു. അവൾ അവശയെ. ബാക്കി പറയടാ. അവർ അവളുടെ കൂട്ടിൽ കയറി. കൂട്ടിലോ? വീട്ടിലല്ലേ? ആ, കൂടാണല്ലോ വീട്. ഞാനെല്ലാം ഇതിൽ പകർത്തിയിട്ടുണ്ട് സാർ. സതീഷ് ഫാസ്റ്റ്. സർ. മാർട്ടിൻ, അടുത്ത റൂമിൽ പോയിരിക്കും. വരും.
വളരെ നിർണായകമായ തെളിവുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോറി സാർ. ആ എന്താ പരിശോധിച്ചില്ലേ? സാർ, അയാൾ നിശാശലഭങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. ആളല്പം എക്സെൻട്രിക് അവസ്ഥയിലാണ്. അയാൾ പറഞ്ഞതെല്ലാം ശലഭങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. ബുൾഷിറ്റ്. സർ, ആ മെമ്മറി കാർഡിൽ സംഭവ ദിവസം അയാൾ പകർത്തിയ വിഷ്വൽസിൽ ഒരു മനുഷ്യരൂപം പതിഞ്ഞിട്ടുണ്ട്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആളെ തിരിച്ചറിയാൻ പറ്റും. സതീഷ്, ഡു ഇറ്റ് ഫാസ്റ്റ്. കം ഓൺ, ലെറ്റ്സ് ഗോ. സാർ, ആ മരിച്ച കുട്ടിയുടെ അമ്മയെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവരൂ. സാർ, എന്റെ മോള്. കരയാതിരിക്കും. എല്ലാവർക്കും വിഷമമുണ്ട്. നമുക്ക് ആ കൊലയാളിയെ കണ്ടുപിടിക്കണ്ടേ? ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വിളിപ്പിച്ചതാണ്. ഇയാൾ അറിയുമോ? സംഭവ ദിവസം ഇയാൾ നിങ്ങളുടെ വീടിന് പരിസരത്തുണ്ടായിരുന്നു. യാദൃശികമായി മറ്റൊരാളുടെ ക്യാമറയിൽ പതിഞ്ഞതാണ്. പറയൂ, ഇയാൾ അറിയുമോ? കരയാത്ത കാര്യം പറയൂ. അറിയാം സാറേ, എനിക്കറിയാം. എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരനാ ഗോപിയേട്ടൻ. ഭർത്താവ് മരിച്ചതിന് ശേഷം ചില സഹായങ്ങൾ ചെയ്തിരുന്നു ഗോപിയേട്ടനാ. വല്ലപ്പോഴും വീട്ടിൽ വരാറുണ്ട്. പക്ഷേ പാതിരാത്രിയിൽ പറയണം, എല്ലാം വ്യക്തമായി പറയണം. അങ്ങനെയാണ് സാറേ വരാറുള്ളത്. അപ്പോ അന്നും ഗോപിയോടെ വന്നിരുന്നു അല്ലേ? എന്താ തുറക്കാൻ ഇത്ര പാട്? നന്ദിനി, കൊറേ നാളായില്ല വന്നിട്ട്. വന്ന ദിവസം കൊള്ളാം. എന്താ പറ്റി നിനക്ക്? മോൾ ഉറങ്ങിയില്ലേ? എന്താ ഇങ്ങോട്ട് വന്ന നീ? ഫോൺ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതല്ല, തലവേദന സഹിക്കാൻ പറ്റണില്ല. നീ എന്താ ഈ പറയണേ? നിനക്ക് ആ ഗുളിക എടുത്ത് കഴിക്കായിരുന്നില്ലേ? ഇപ്പൊ ഭേദായനില്ലേടി? നന്നായി. എന്നിട്ട് വേണം ഞാൻ ആ ഗുളിക കഴിച്ച് ബോധം കെട്ട് ഉറങ്ങി പോവാൻ. അപ്പൊ നിങ്ങൾ വന്ന് വിളിച്ചാൽ ഞാൻ അറിയോ? എന്നിട്ട് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ? നീ ഇങ്ങോട്ട് വന്നേ. എത്ര നാളായി ഞാൻ മോഹിച്ചു വന്നല്ലേടി. ഞാൻ വിക്സ് പറ്റി തരാടി. ഓ ഗോപിയേട്ടാ ഗുളിയൊന്നും ഇങ്ങോട്ട് എടുത്തന്നേ. അപ്പോ രക്ഷയില്ലല്ലേ? തല വെട്ടിപ്പൊളിയണ വേദന ഗോപിയേട്ടാ. നിന്റെ ഓരോ കാര്യങ്ങളെ ബാക്കിയുള്ളവർ ഓടിപ്പടഞ്ഞു വന്നതാ. നന്ദിനി, എടി നന്ദിനി. ഓ ഗോപിയേട്ടാ. എടി എനിക്കടി നീ. ഓ ഗോപിയേട്ടാ.
ഗോപിയേട്ട അങ്ങനെ പോവുകയും ചെയ്തു. സാറേ, ഗോപിയേട്ട സ്നേഹമുള്ളവനാ. നന്ദിനി ഇപ്പൊ പൊക്കോളൂ. സാർ, പപ്പന്റെ ഒളിത്താവളം കണ്ടെത്തി സാർ. Come on, fast. സാർ, പ്രധാന വാർത്തകൾ. അഞ്ചു കൊലക്കേസിൽ പോലീസ് തിരയുന്ന പരുന്തുപപ്പൻ പിടിയിൽ. അഞ്ജുവിനെ മാനഭംഗപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ ദാരുണമായി കൊലപ്പെടുത്തിയ മുഖ്യപ്രതിയെന്ന് പോലീസ് സംശയിക്കുന്ന ആളാണ് പരുന്തുപപ്പൻ. ഉറങ്ങിക്കിടക്കുകയായിരുന്ന 13 വയസ്സുള്ള ബാലികയെ തട്ടിക്കൊണ്ടുപോയാണ് കൊലപ്പെടുത്തിയത്. MLA കുര്യൻ മേലടിയുടെ തോട്ടം തൊഴിലാളിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും നാട്ടിലെ സാമൂഹ്യ വിരുദ്ധനുമാണ് പരുന്തുപപ്പൻ. MLA കുര്യൻ മേലടി പരുന്തുപപ്പനെ സംരക്ഷിക്കുന്നതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഒരു തുടർക്കഥയാവുകയാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് അഞ്ജുവിനുണ്ടായ ദാരുണ സംഭവം. അഞ്ജു വധക്കേസ് നിർണായ വഴിത്തിരിലേക്ക്. പ്രതിയെ പിടികൂടാനുള്ള പോലീസിന്റെ ഊർജിതമായ അന്വേഷണം പരിസമാപ്തിയിൽ എത്തിയിരിക്കുകയാണ്. മുഖ്യപ്രതി എന്ന് കരുതുന്ന പരുന്തുപപ്പനെ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. സാർ, താങ്കളുടെ തൊഴിലാളി പരുന്തുപപ്പനെയാണല്ലോ പിടികൂടി. സാർ താങ്കൾക്കും ഇതിൽ പങ്കുണ്ടെന്നാണല്ലോ കേൾക്കുന്നത്. എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താ പറഞ്ഞുകൂടാത്ത? എന്തുകൊണ്ടെങ്കിലും പറഞ്ഞുണ്ടാക്കാലോ. എന്തിനാ സാർ എന്നെ വിളിപ്പിച്ചത്? നാട്ടിലൊരു ദാരുണ സംഭവം നടന്നിരിക്കുകയല്ലേ. ഇരയായത് ഒരു കൊച്ചു പെൺകുട്ടിയും. താങ്കൾ തീറ്റിപ്പോറ്റുന്നവർ അത്രയ്ക്ക് മോശക്കാരൊന്നുമല്ല. അന്വേഷണം അതിന്റെ പരിസമാപ്തിയിൽ എത്തിയിരിക്കുകയാണ്. കാര്യങ്ങൾക്ക് സാക്ഷിയാകാൻ താങ്കളും ഉണ്ടാവണമെന്ന് കരുതി. പറടാ. അഞ്ജു എന്റെ തലയടിച്ച് പൊളിച്ച ദിവസം പ്രതികാരഭാവത്തോടു കൂടിയാണ് പാതിരാത്രിയിൽ ഞാൻ അവളുടെ വീട്ടിൽ പോയത്.
പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല സാറേ, പറ്റിപ്പോയതാ. ബോധം കെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അഞ്ജുവിനെ ക്ലോറോഫോം മണപ്പിച്ച പപ്പൻ അതിന്റെ കാഠിന്യം കൊണ്ടാണ് കുട്ടി മരിച്ചതെന്ന് വിശ്വസിക്കാനുണ്ടായത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അഞ്ജു മരിച്ചത് ക്ലോറോഫോം ശ്വസിച്ചിട്ടല്ല, കൈപ്പത്തി അമർത്തി ശ്വാസം മുട്ടിച്ചാണെന്നും തെളിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആ കൈവിരൽ പാടുകൾ ഒരിക്കലും പരുന്തുവപ്പന്റെ അല്ല. ആയതുകൊണ്ട് മിസ്റ്റർ കുര്യൻ മേലടി, താങ്കളും കൂട്ടാളികളും അഞ്ജുവിനെ കൊല ചെയ്തു എന്ന കുറ്റത്തിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. നിനക്ക് മുൻപേ മറ്റൊരു നരാധമൻ ആ പെൺകുട്ടിയെ പിച്ചു ചീന്തിയിരുന്നു. സതീഷ്, പത്രക്കാരും നാട്ടുകാരും യഥാർത്ഥ പ്രതികാരെന്നറിയാൻ പുറത്തു നിൽപ്പുണ്ട്. കൊണ്ടുവരും. അഞ്ജുവിനെ കൊലപ്പെടുത്തിയ യഥാർത്ഥ പ്രതി ദാ ഇവനാണ്. ഗോപി. നമ്മൾ വിശ്വസിക്കുന്നവർ, നമ്മുടെ രക്ഷകരാണെന്ന് കരുതുന്നവർ, അവർ തന്നെയാണ് പലപ്പോഴും നമ്മുടെ പെൺമക്കളെ കാമാസക്തിക്കിരയാക്കുന്നത്. അത് തന്നെയാണ് അന്ന് അഞ്ജുവിന്റെ വീട്ടിലും സംഭവിച്ചത്. നന്ദിനി, നന്ദിനി, എടി നന്ദിനി, പോ ഗോപിയേട്ടാ, എടി എനിക്കിടി നീ പോ ഗോപിയേട്ടാ.
ഒന്നില്ലേ മോളെ, മാമ ഇവിടെ കെടുക്കാൻ വന്നതാ. ഇല്ല എനിക്ക് പേടിയാ, ഞാൻ അമ്മേനെ വിളിക്കും. ഇല്ല വേണ്ട വേണ്ട മോളെ. എന്നാലും അയ്യോ, പറയും. മാറി മാറി സാറ് പറയും, സാറ് പറയും. സമീപനം പാലിക്കണം. ഇവന്